കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. At the outset, I wanted to wish all the mothers a happy Mother's Day. I salute you for your sacrifices, for the contribution to the family and the gathering together of the community. Thank you for doing that. എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നൊരു ചിന്ത ഇതാണ്. എൻ്റെ കർത്താവ് തൻ്റെ മാതാവിൻ്റെ വാക്ക് കേട്ട് കാനാവിൽ തൻ്റെ ശുശ്രൂഷ തുടങ്ങുവാനിടയായി. ആ കർത്താവ് ക്രൂശിൽ തൻ്റെ മാതാവിനെ തൻ്റെ പ്രിയ ശിഷ്യന് കൊടുത്തിട്ട് ഈ ലോകം വിട്ട് പോകുവാനിടയായി. കർത്താവ് ഒരു മകനായിരുന്നു, ഒരമ്മയ്ക്ക്, ഒരു സമൂഹത്തിന് ഒരു മകനായിരുന്നു, മാതൃകയായിരുന്നു. ഇന്ന് എൻ്റെ ചിന്താവിഷയം അതല്ല. എൻ്റെ ചിന്താവിഷയം ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങൾ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ ജീവിതമാണ് ഇന്ന് രാവിലേക്കാലം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. Deuteronomy chapter 34 verses 1 to 8. നമുക്കെല്ലാവർക്കും നമ്മുടെ ബൈബിള് വേദപുസ്തകം തുറന്ന് അതിലേക്ക് നോക്കാം. അതിലൊരു വാക്യം വായിച്ച് ഞാൻ ആരംഭിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് എരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഇന്ന് പകൽക്കാലം ആരാധനയായി സഭയായി നിൻ്റെ വചനവുമായി കർത്താവെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അടിങ്ങളെ നിൻ്റെ ക്രൂശിൽ മറയ്ക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. Deuteronomy chapter 34 is the last chapter of the Pentateuch. 5 പുസ്തകങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്ററാണ് നാം ഇന്ന് ധ്യാനിപ്പാനായി ആഗ്രഹിക്കുന്നത്. ഈ വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ കനാൻ ദേശത്തിൻ്റെ വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഒരു നറേഷനോട് കൂടിയാണ് ആരംഭിക്കുന്നത്. From Gilead to Dan, all the Naphtali, the territory of Ephraim and Manasseh, all the land of Judah as far as the Mediterranean Sea. ഇതാണ് മോശ പിസ്ഗായുടെ മുകളിൽ നിന്ന്, the crest of Pisgah, the top of Pisgah, as he was seeing the land of Canaan. This is the area where Moses is seeing that place. മോശ ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം ഒരു ജനതയെ വാർത്തെടുപ്പാനിടയായിത്തീർന്നു. റെഡ് സീ പാർട്ട് ചെയ്തല്ല. It is not the parting of the Red Sea is the greatest miracle that Moses wrote, or God wrote through Moses. ഈ അടിമകളായിരുന്ന the people, those who are under 400 years of slavery, ദൈവം മോശയിലൂടെ ഈ സ്ലേവ് പീപ്പിൾസിനെ, ഈ അടിമത്തത്തിൽ കിടന്ന ആളുകളെ വിടുവിച്ച് തൻ്റെ പിതാക്കന്മാർക്ക് പ്രോമിസ് ചെയ്തതായ, വാഗ്ദത്തം ചെയ്തതായ കനാനിലേക്ക് നടത്തുവാനിടയായി. നമുക്കെല്ലാവർക്കും സ്റ്റോറി അറിയാം. ഞാൻ അതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ.
ഒന്നുമില്ലാത്ത ഒരു ജനതയെ, അടിമകളായിരുന്ന ഒരു ജനത്തെ ഒരു ജനമാക്കി തീർത്തത് മോശ മുഖാന്തരമാണ്. ഹല്ലേലൂയ. സീറോയിൽ നിന്ന് ഒരു നേഷനാക്കി തീർത്തത് മോശയാ. മോശ ഇസ്രായേലിന് മാത്രമല്ല, വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന ഏതൊരാൾക്കും മോശ ഒരു ലീഡറാണ്, ഒരു മുൻഗാമിയാണ്. കാരണം മോശ ഈ ജനത്തെ വിടുവിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെടുകയായിത്തീർന്നു. ഇങ്ങനെയാണ് ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. മോശയുടെ ജീവിതം ഇപ്പോൾ ഈ പിസ്ഗാ മുകളിലേക്ക് കയറുമ്പോൾ 120 വയസ്സുണ്ടെന്നാണ് നാം വായിക്കുന്നത്. ആ ഭാഗത്ത് 120 വയസ്സുള്ള മോശ, 120 years. 40 years he spent in Egypt. 40 years he spent in the wilderness of Midian. 40 years again he spent with his people in the same wilderness. From the banks of the river Nile, he started his journey. And he got all the education of Egyptian kingdom and would have been the next Pharaoh. But we all say blood is thicker than water, no? So, മോശ തൻ്റെ ആളുകളെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളത്തിൽ ഒരു തിളപ്പ്, അവൻ്റെ ബ്ലഡ് തിളയ്ക്കുവാനിടയായി. അതിനുശേഷം ഓടുകയാണ് മിദ്യാനിയിലേക്ക്. മിദ്യാനിയിൽ ചെന്ന് തൻ്റെ ഫാദർ-ഇൻ-ലോയുടെ തൻ്റെ ആ ആടുകളെ മേയിച്ച് ആ ഹോരേ പർവ്വതത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. കാഴ്ച ഇതാ, ഒരു ബേണിംഗ് ബുഷ്. ആ ബേണിംഗ് ബുഷിൽ യഹോവ മോശയോട് ചില കാര്യങ്ങൾ സംസാരിപ്പാനിടയായി. മോശ അവിടെ നിന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിനുശേഷം കടന്നുപോയി ഈ ആളുകളെ വിടുവിച്ച് ഈ മരുസ്ഥലത്തിലൂടെ, ആ 40 വർഷം അവൻ കറങ്ങി നടന്ന അതേ സ്ഥലത്തിലൂടെ, അതേ പ്ലേസിലൂടെ അവൻ്റെ സകല എക്സ്പീരിയൻസും ദൈവം അവന് കൊടുത്തു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, മിദ്യാനിലെ മോശയുടെ ജീവിതം 40 വർഷം ഇസ്രായേലിനോട് കൂടെ അവൻ ജീവിച്ചപ്പോൾ അവന് തുണയായി തീർവാനിടയായിത്തീർന്നു. ദൈവമക്കളെ, കനാനിലേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ ഒരു കനാനിന് മുമ്പ് ഒരു വിൽഡർനെസ് ഉണ്ട്. ഒരു കനാനിന് മുമ്പ് ഒരു മിദ്യാനുണ്ട്. മിദ്യാനിലെ ജീവിതം നിന്നെ കനാനിൽ പ്രവേശിപ്പാനിടയായിത്തീരും. ഇവിടെ മോശയ്ക്ക് അതുപോലും പറ്റിയില്ല. മോസസ് was not. God is telling, you will see, but the greatest but, many scholars are telling, this is the greatest but in the Bible, but you will not enter. Why he could not enter into this promised land? You will see. ആ സി എന്നുള്ളത് ഒരു വലിയ ഒരു പദമാണ്. ആ പദത്തിനർത്ഥം അവനൊരു ദർശനം കാണുകയാണ്. അവൻ മുമ്പോട്ടൊരു ദർശനം കാണുകയാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈ 120 വയസ്സുള്ള മോശ അവൻ ഈ മലമുകളിലേക്ക്, അല്ലെങ്കിൽ പിസ്ഗായുടെ ഈ പീക്കിലേക്ക്, കൊടുമുയിലേക്ക് കയറുമ്പോൾ, when he is climbing with his staff, 120 years old, to this peak, he is seeing 2 perspectives. That is what today's our meditation. 2 perspectives. 2 കാഴ്ചപ്പാടുകൾ. ഒന്ന്, അവൻ കയറിയപ്പോൾ അവൻ പുറകോട്ടൊന്ന് നോക്കി. അവൻ പുറകോട്ടൊന്ന് നോക്കിയപ്പോ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ അവൻ ഓർക്കുവാനിടയായിത്തീർന്നു. എങ്ങനെയാ ദൈവം നടത്തിയത്?
തൻ്റെ കരത്തിൽ താങ്ങി. ഹല്ലേലൂയ. തൻ്റെ കരത്തിൽ താങ്ങി ഇസ്രായേലിന്റെ ദൈവം മരുവിലൂടെ നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പോക്കില് ദൈവം മോശയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനിട. എന്താ? അടിമകളായിരുന്ന ഒരു ജനത്തെ ഒരു നേഷനാക്കി മാറ്റി. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. എന്താ? ഈ ഒരു റാൻഡംലി സെലക്റ്റഡ് പീപ്പിൾ അല്ലേ? അബ്രഹാം വിശ്വാസികൾക്ക് പിതാവായി. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്. അബ്രഹാം യാത്ര തിരിച്ചു ഒരു അൺനോണിലേക്ക്. he started his journey to an unknown place, unknown journey with faith. Today we don't want to walk or go to an unknown place, but Abraham took his step into unknown areas, and then God gave him all the promises. And then we see that the people are being created by faith and randomly selected people. And these people now is a nation. And what is that? The thing that which we are seeing in the life of the Israel. God is giving the foundations of human life. God is giving the foundations of our spiritual life, our social life, our political life. Today, when we look at Israel, the same foundations, and that is what many of other nations are imbibing in their political, social, and family life. The foundations of faith, the foundations of their life is given in the wilderness, and the people became a nation. And now, as they are traveling towards, or Moses is seeing this, and the first one, Pisgah, represents struggle of the life of Moses. What is the struggle? The struggle that one, he could see the land through which the Lord carried them from Egypt and provided and led them for 40 years of his life and his people's life. എന്താ struggle? Perspective from Pisgah gives us a true picture of God's providence. He is climbing alone to the top. When we climb to the top, we need to know that we have started from nothing. നമ്മൾ ടോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നത്തിങ്നെസ്സിൽ നിന്ന്, സ്ലേവറിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചതാ. ഹല്ലേലൂയ. ഒരു മനുഷ്യനാക്കി, ഒരു മനുഷ്യ ജാതിയാക്കി, ഒരു കുലമാക്കി അവരെ മാറ്റുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. Now, as he looked back from Pisgah, he experienced the loving care of Yahweh and the presence of his loving kindness in his life. Hallelujah. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അവൻ്റെ വീക്ഷണത്തിൽ അവൻ കാണുന്നത് മുമ്പോട്ടുള്ള ജീവിതമാണ്, കനാനിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. മോശയുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. As a leader, as a priest, as a man who made and created Israel out of nothing, he is coming to an end here. Hallelujah. All the struggles of life is taking you to the Pisgahs of your life. ഈ രണ്ട് ദർശനമാണ് നാം പിസ്ഗായുടെ മുകളിൽ നിന്ന് കാണേണ്ടത്. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ആ പിസ്ഗായുടെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷന് ഞാൻ കൊടുത്തിരുന്നു, ഒന്ന് പ്രൊജക്റ്റ് ചെയ്താൽ നന്നായിരുന്നു. നമുക്ക് കാണാം, രണ്ട് ദർശനങ്ങളാണ് ഇവിടെ മോശ കണ്ടത്. ഒന്ന്, ദൈവം അവനെ എങ്ങനെ നടത്തി. രണ്ട്, ദൈവം
എങ്ങനെ മുമ്പോട്ട് നടത്തുവാൻ അവരെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. Moses is teaching us a lesson of the truth that when God calls you to the ministry, He knows what He is going to do with our life. ദൈവം നമ്മെ വിളിക്കുമ്പോൾ അവൻ അറിയാം നാം എത്രത്തോളം പോകണം, എവിടെ വരെ ശുശ്രൂഷ ചെയ്യണം, എന്ത് ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷ തീർക്കുക, ഇവിടെ നിന്ന് പോകുക. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ദർശനം. ഹല്ലേലൂയ. ഇതാ പിസ്ഗാ കൊടുമു, 3000 ഫീറ്റ് ഹൈറ്റിൽ അവൻ ആ പിസ്ഗാ കൊടുമുകളിൽ നോക്കിയപ്പോൾ മെഡിറ്ററേനിയൻ സീ വരെ കാണുവാനിടയായി തീർന്നു. താഴോട്ടിറങ്ങിയ യോർദാനാണ്. ഹല്ലേലൂയ. ആ യോർദാൻ ക്രോസ് ചെയ്ത അവരെ കനാനിലേക്ക് പ്രവേശിക്കുക. എന്നാൽ മോശ ആ പിസ്ഗായുടെ കൊടുമുടിയിൽ അല്ലെങ്കിൽ ആ മുടിയിൽ നിന്ന് കാണുകയാണ്. He is seeing all the land through the plains till Mediterranean. അത് ഒരു വീക്ഷണമാണ്, ഒരു ദർശനമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. When we see us standing here, what are the visions that we see? What are we seeing forward? Hallelujah. He has created a people out of nothing. ദൈവമക്കളെ, ഞാൻ ഇപ്രകാരം പറയാറുണ്ട്. AD 52 അല്ലേ, കേരളത്തിൽ, ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് വന്നെന്ന് നാം ബലമായിട്ടങ്ങ് വിശ്വസിക്കുക അല്ലേ. കാരണം 300-കളിൽ AD 300-കളിൽ ജ്ഞാനായിത്തോമൻ അവിടെ തൻ്റെ ആളുകളുമായി വന്നപ്പോൾ ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ, ക്രിസ്ത്യാനികളെ കാണുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ ആളുകൾ എവിടെ നിന്ന് വന്നാണ് അല്ലേ. അപ്പോൾ അതാണ് ഒരു വലിയ ഒരു എന്നാ പറഞ്ഞേ, സെൻറ്റ് തോമസ് നമ്മുടെ കേരളത്തിൽ വന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചെന്നുള്ളത് വലിയൊരു തെളിവ്. 2000 വർഷം അല്ലേ. 80-കളിൽ അല്ലെങ്കിൽ 70-കളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷവുമായി അനേകർ കടന്നു പോകാനിടയായിത്തീർന്നു. ഞാൻ ഇപ്രകാരം ചിന്തിക്കുക, നമ്മുടെ മരുവാസക്കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ സുവിശേഷീകരണത്തിൻ്റെ ആ പീക്കിൽ ഹല്ലേലൂയ അനേക സുവിശേഷകർ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. അവിടെ ചെറിയ ചെറിയ സഭകൾ, ഗ്രാമങ്ങളിൽ, സിറ്റികളിൽ ചെറിയ ചെറിയ സഭകൾ സ്ഥാപിച്ചു. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ സഭ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദർശനത്തിൽ when I see from the peak of Pisgah to Indian church, I see some optimistic things. How? I will explain. ഞാൻ നിങ്ങളോട് പറയാം. ദൈവമക്കളെ, ഇന്ന് ഞാൻ എൻ്റെ മുഖം ആളുകൾ കാണുമ്പോഴേ ചോദിക്കും, ഭായ് സാബ് ആപ് കഹാം സെ ഹോ? കാരണം അവർക്കറിയാം ഞാൻ ഇവിടുത്തുകാരനല്ലെന്ന്. എന്നാൽ നിങ്ങളൊരു കാര്യം പറയാം, ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, ഹല്ലേലൂയ, ഈ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പോലീസ് വരും, പിന്നെ അവർ അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ വരും. എന്നാൽ നിങ്ങൾക്കറിയാമോ, വളരെ ബലത്തോടെ, വളരെ ശക്തിയോടെ അവർ ഈ കാര്യങ്ങളെ എതിരിടുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുക. 5 വർഷം മുമ്പ്, 2 വർഷം മുമ്പ്, 1 വർഷം മുമ്പ് കർത്താവിനെ അറിഞ്ഞ ഈ സഹോദരങ്ങൾ ഹല്ലേലൂയ SP-യുടെ മുമ്പിൽ പറയും, നിന്നെ ആരവിടെ അയച്ചെന്ന് ചോദിക്കും, പറയും എന്നെ കർത്താവ് അയച്ചിട്ടാ ഞാൻ വന്നത് പറയും. ദൈവമക്കളെ, ഹല്ലേലൂയ, there is a optimistic view of Indian church. ഹല്ലേലൂയ. കാരണം എൻ്റെ ഒരു സഹോദരൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാനിടയായിത്തീർന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ, കുടുംബത്തെ അറസ്റ്റ് ചെയ്യുവാൻ, 2 പേരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോൾ മുറിയിൽ അടച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകാനായിട്ട് ചെന്നപ്പോൾ റോഡ് നിറഞ്ഞ് ഗ്രാമക്കാർ. ആ കഥ കേൾക്കാത്തവരുടെയും പറയുക, റോഡ് നിറഞ്ഞ് ഗ്രാമക്കാർ നിൽക്കുക. SP-യും പോലീസും പട്ടാളവും എല്ലാം ഉണ്ട്, അവർ ഇടിവണ്ടിയും എല്ലാം വന്നിട്ടുണ്ട്. They brought everything.
to arrest this family. And what happened? When he came out from the house, the Pradhan of the village said, "Sir, if you wanted to arrest this, our pastor," they said, "Our pastor," all Hindus and Muslims, "Our pastor, you first arrest us and take us to the jail. Then you take them. Otherwise, you will not take him from this place." And the SP said, Superintendent of Police said, "In my life, the first time, I am going empty-handed, which I came to arrest. In my lifetime, first time, I am going empty-handed." And he is telling, "Today, your God saved you." Hallelujah. And he went without arresting them. Anyway, they put the case against them, and now they are fighting the case in the court. What I say is, God is in control. God is in control. Hallelujah. ഞാൻ മുമ്പോട്ട് പോകട്ടെ. വേറൊരു ടെസ്റ്റിമണി. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസിമാർ ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നപ്പോൾ ഞങ്ങളൊരു ഗ്രാമത്തിൽ പോകുവാനിടയായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടന്നു വന്നപ്പോൾ ദൈവമക്കൾ സഹായിച്ച ഒരു സഹായം കൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ മുറി ഉണ്ടാക്കുവാനിടയായി. കാരണം ഈ കമ്മ്യൂണിറ്റി പാമ്പാട്ടികളുടെ ഗ്രാമമാണ്. നേരത്തെ അവർ പാമ്പിനെ എന്നാ പറഞ്ഞ് ചാം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്നേക്ക് ചാമേഴ്സ്, they are doing that. Today they cannot do that because there is animal laws and other things are there. And what is happening is, the people came, they opposed any person outside going inside to that village. We cannot go there. But by the grace of God, we have constructed that small room, first brick building, because they were living in thatched or the cloth tents. No, they will take the old cloth and make it as a tent, and they live in that one. The first brick building that which we built, a small place. Why I am telling this is that the people, the church there, now you know what they are doing. We cannot go there, but every Sunday after Sunday, one Raka, his name is Raka, he is our pastor there. He is a snake charmer, and he is worshiping the Lord with his people in the same room. Hallelujah. You know that again, the community children, we cannot bring them into these schools nearby because the community will not accept them. So what we have done is, we went into the community. Few teachers, they started a school in that same room. A small building, a small room. What is happening is, now nearly 40 to 50 students, 50 children are learning English medium class in that school. And after maybe 2nd grade or 3rd grade or 5th grade, we plan to take them into the main schools. What I am telling is, when we start some ministry, we may not know what is the impact of that ministry. Hallelujah. Today, community is being transformed. I'm telling you. Hallelujah. Another thing, another testimony. What is that? They came there and they provided some fund for a person, a pastor, to make a borewell. I'm telling again. And what happened? Thank you, sisters, for doing so. And what? A small borewell. But what happened is, that borewell that they have digged, and the water came out, and they just made a tank. And he asked me, "Pastor ji, हम एक टैंक बनाने जा रहे हैं विश्वास के साथ." मैं बोला, बना लो, और एक नल भी लगाना उसमें. You have to put a tap also, otherwise the people will come and tell you, "Why this tank?" Then you can tell we collected the water. And he made the tank, you know that. The tank made it with the purpose to baptize people inside his compound. And hundreds of people took baptism in this
in the tank. Because the borewell is there, the water is there, then the people can take baptism in the tank. And recently in January, I visited another church where we were ministering, and we made a small tank there also. Thousands of people took baptism in that tank because it is inside and secluded place. We cannot do that in public. And I'm not telling the place, but what happened is 25 people came forward for baptism, and one among that people were one transgender. In my life, I'm baptizing one transgender first time. What I'm telling is, in the midst of problems, in the midst of difficulties, people are standing for the Lord. Hallelujah. God is doing his ministry. Hallelujah. Israel is now ready to cross over to Jordan. Hallelujah. Moses has seen this from the heights of Pisgah. Today, let us see these visions for the church of Orlando, Florida, as this going to mountaintop was the last sermon of Martin Luther King. Remember? I have a dream. I have a dream for America. Hallelujah. He preached that sermon. He said very clearly, I may not enter into this land, but the children, your people are going to enter into this land where the table is shared with everyone. Friends, that is the vision you need to see. For Tennessee, for Florida, for all the states of America, not only Orlando. And that is what we have to see for our nation. And next one. So these are the things that then perspective from Pisgah is a new beginning. Hallelujah. What is that new beginning? Moses his life is over on the Mount of Pisgah. Hallelujah. But the thing is, there is a person coming up, friends. There is a person coming up. Who is that person? Joshua. One who poured the water to Moses' hand. And he got all the experiences of the ministry. Hallelujah. And now, next book. Let's just turn to the next Joshua. Joshua, chapter 5, verses 13. I will just mention, and I will go and finish this. കണ്ടു. ജോഷുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ? Oh, are you for us or for our enemies? Then what did the commander said? Neither, he replied. Hallelujah. Neither. I'm not for you or for enemies. I have come from as a commander of God's army. Friends, many times, in our spiritual journey, we are asking wrong question. God, are you with me? Joshua, you asked the wrong question. You would have asked this question. Kartave, ഞാൻ നിന്റെ പക്ഷത്താണോ? Am I with you, Lord? That should be the question you should be asking. We are asking wrong questions today. Wrong questions. കർത്താവേ, നീ എൻ്റെ പക്ഷത്താണോ എനിമിയുടെ പക്ഷത്താണോ? കമാൻഡർ പറയുക, ഞാൻ ആരുടെയും പക്ഷത്തല്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ പക്ഷത്ത് വരാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കും ദൈവവചനമേ. Where are we standing today? എരിഹോ മതിലിനെ നോക്കി നിൽക്കുന്ന ഒരു ജോഷുവ. അവര് താഴേക്ക് ഇറങ്ങി യോർദാനിന് അടുത്തു വന്നു. എരിഹോ കോട്ട മോശയും കണ്ടതാ അവിടെ നിന്ന്.
എന്നാൽ ഇപ്പോൾ അവൻ കയ്യും കെട്ടി നോക്കി നിൽക്കുക. എന്തു ചെയ്യും കർത്താവേ? വലിയ വാളാണ്, വലിയ ഒരു ഹല്ലേലൂയ മതിലാണ്, വലിയൊരു കോട്ടയാണ്. എങ്ങനെ ഞങ്ങൾ അക്കരെ കടക്കും? കമാൻഡർ പറഞ്ഞു. അതിനുശേഷം കമാൻഡർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? Neither he replied, but as commander of the army of the Lord I have now come. Then Joshua fell face down, hallelujah, to the ground in reverence and asked him, what message does my Lord have for his servant? Hallelujah, hallelujah. എവിടെയാണ് പോയിന്റ്? ഇവിടെയാ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ തലമുറയുടെ പോയിന്റ് ഇവിടെയാ. അടുത്ത തലമുറയുടെ ജീവിതത്തിന്റെ സ്പിരിച്വൽ ജേർണിയുടെ പോയിന്റ് ഇവിടെയാ. യോശുവയെ, നീ ദൈവം മുമ്പാകെ വീഴുകയല്ലാതെ യെരിഹോ മതിൽ വീഴുവാൻ ഒരു വഴിയുമില്ല. വീഴുമോ? ഹല്ലേലൂയ. മോശ ചെയ്ത ശുശ്രൂഷ ഒന്ന്, ജോഷുവ ചെയ്ത ശുശ്രൂഷ വേറൊന്ന്. ഹല്ലേലൂയ. തലമുറകളെ ദൈവസന്നിധിയിൽ വീഴാതെ യെരിഹോ മതിൽ വീഴുകയില്ല. മോശ ഹാൻഡ് ഓവർ ചെയ്ത ശുശ്രൂഷ ഇതാ. യോശുവയ്ക്ക് കൊടുത്ത ശുശ്രൂഷ ഇതാ. മദേഴ്സ് സിറ്റിംഗ് ഹിയർ, മേക്ക് യുവർ ചിൽഡ്രൻ fall before the Lord. Hallelujah. They will do it. മൈരി തൻ്റെ മകനോട് പറഞ്ഞു, ശിഷ്യന്മാരൊന്ന് പറഞ്ഞു, വീഞ്ഞു തീർന്നു. അമ്മമാരെ, നമ്മുടെ മക്കളെ ഒന്ന് ആശ്രയിപ്പാൻ, ട്രസ്റ്റ് ചെയ്യുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ജോഷുവമാരെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുവാൻ സാധിക്കുമോ? ഇന്നിൻ്റെ പ്രശ്നം അതല്ലേ? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ പോക്കില് ഹല്ലേലൂയ മോശമാരെ ഹല്ലേലൂയ പിസ്ഗായുടെ മുകളിലേക്ക് പോകും. ഹല്ലേലൂയ. ജോഷുവമാരാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. മോശ മാറും, യോശുവ മാറും, അബ്രഹാം മാറും, ഇസ്രായേൽ വിൽ കണ്ടിന്യൂ. സഭ തുടർന്നുമുണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന്റെ ഓരോരെയും സഭ പോകണം. ആരും ചിന്തിക്കണ്ട എൻ്റെ തലയിലൂടെ എല്ലാം പോകണം. ഹല്ലേലൂയ. ജോഷുവയെ നമുക്ക് ആശ്രയിക്കാം. അവൻ എന്ത് ചെയ്തു? കമണ്ണു വീണു. വീഴുവാൻ സാധിക്കുമോ? ദൈവസന്നിധിയിൽ നിന്റെ യെരിഹോ വാളുകൾ വീഴുവാൻ പോകുക. യെരിഹോ കോട്ട തകരുവാൻ പോകുക. നിന്റെ മുമ്പിലുള്ള ബാരിക്കേഡ്സ് തകരുവാൻ പോകുകയാണ്. Let us trust in this Lord. Hallelujah. നാം വീണാൽ യെരിഹോ വീഴും. ദൈവസന്നിധിയിൽ വീഴണം. ഹല്ലേലൂയ. യോശുവയ്ക്ക് മനസ്സിലായി, വേറെ ഒരു കാരണവശാലും ഒന്നുകൊണ്ടും എൻ്റെ യുദ്ധബലം കൊണ്ടോ എൻ്റെ വാളിൻ്റെ ബലം കൊണ്ടോ ഞാൻ ഈ കനാനിനെ കീഴടക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥനയാലും ദൈവസന്നിധിയിലെ യാചനയാലും അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു ജനതയെ വാർത്തെടുത്ത മോശ ആ അധികാരം, ആ ശുശ്രൂഷ തൻ്റെ ഹല്ലേലൂയ പിൻഗാമിയായ ജോഷുവയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അവൻ്റെ തരീക്ക വേറെ, അവൻ്റെ മെത്തഡോളജി വേറെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നടത്തട്ടെ. ഇന്നത്തെ സഭയോട് ഞാൻ വിളിച്ചു പറയുകയാ, ലെറ്റ് them do it in freedom. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത ഇതാണ്. Pisgah or perspective from Pisgah is filled with promises and perils. Perspective from Pisgah is filled with promises and perils. Hallelujah. Moses is a prophet, seeing through the conquest. Generations changed of leadership from Pisgah. Hallelujah. God anointed Moses to lead the people through the wilderness. Now, God is anointing Joshua to take the people to Canaan, to conquer, to settle down, to give the lands to the people, the promised land. They have settled there. And one of the things that he's coming to me, Abraham,
has seen this vision, as his children are taking these promises, and they are entering into this promise. But you know what he has done? He stayed in the tent. He did not make a brick on this world. He did not put a brick on this world. He stayed in the tent till the end, expecting. ദൈവം കൈപ്പണിയായി നിർമ്മിച്ച ആ സിറ്റിക്ക് വേണ്ടി, ആ പട്ടണത്തിന് വേണ്ടി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇസ്ഹാക്കിനോടൊപ്പം കുടുംബത്തോടൊപ്പം നോക്കി പാർത്തു എന്ന് വായിക്കുക. അതേ മക്കളെ, ദാറ്റ് ഈസ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പോക്കില് ഹല്ലേലൂയ, ഒരാളുടെ മുട്ടിന് നമുക്ക് ബലം കൊടുക്കാൻ സാധിച്ചാൽ, ഒരാളുടെ കാലിനെ ബലപ്പെടുത്തുവാൻ സാധിച്ചാൽ, അതായിരിക്കണം മിനിസ്ട്രി. അതാണ് മിനിസ്ട്രി. ഹല്ലേലൂയ. ടെന്റിൽ താമസിച്ചാലും മൺകുടലിൽ താമസിച്ചാലും ഹല്ലേലൂയ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ ശുശ്രൂഷ മരണത്തോളം ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കും.